ഇവിടെ ലോങ് ഷോപ്പ് ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയാണ്. പോർട്സ്മൗത്ത് പോണ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓട്ടവും കൂടെ ആയതുകൊണ്ടിട്ട് പല കളറിലുള്ള ട്രീസും ഒക്കെ ആയിട്ട് സൈഡിൽ നല്ല രസമാണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ക്ലാസ് തുറന്ന് ഭയങ്കര കാറ്റായിരിക്കും അല്ലേ? ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു മല്ലു ട്രാവൽ ചിക്ക്. ഇന്ന് ഉള്ളത് പോർട്സ്മൗത്തിലാണ്. ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോണത് അല്ലേ ഷുട്ടി? ശരിക്കും ഈ സ്ഥലം ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നൊന്നുമല്ല, ഞങ്ങൾ ഒരു ഡ്രൈവിന് പോയാണ്. അപ്പോൾ ഇങ്ങനെ നിയറസ്റ്റ് പ്ലേസ് നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നേരത്തെ പോർട്സ്മൗത്തിലെത്തി. ഞാനിവിടെ വന്നിട്ടുണ്ട് നേരത്തെ. ഐൽ ഓഫ് വൈറ്റ് പോകാൻ ഞങ്ങൾ ഇവിടുന്ന് ഫെറിയിൽ കയറിയത്. അപ്പോൾ ഞങ്ങൾ പോർട്സ്മൗത്തിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബീച്ച് സൈഡ് ഉണ്ട്. ബീച്ചല്ല, ഒരു ഹാർബർ. ഇപ്പൊ കറക്റ്റ് സൺസെറ്റിന്റെ ടൈമാണ്. ഞങ്ങൾ സൺസെറ്റ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ചില്ല് ചെയ്ത് ഇവിടെ ഔട്ട്ലെറ്റിൽ കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് പോകാനുള്ള പ്ലാനാണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ചെറിയ ലേക്ക് കണ്ട ഈ വെള്ളത്തിന്റെ അടി വരെ കാണാം. ശരിക്കും കണ്ണാടി പോലെ കിടക്കാണ്. ഇത് കണ്ട ശരിക്കും പൂള് പോലെ. നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരുപാട് ഫ്ലാറ്റ്സ് ഉണ്ടോ? ഇത് റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്. രസമല്ലേ? എല്ലാ ദിവസവും ഹാർബറിൽ സൺസെറ്റ് ഒക്കെ കണ്ട് ഇവിടെ ചില്ല് ചെയ്ത് ഷോപ്പൊക്കെ ചെയ്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. നമ്മുടെ സൈഡിൽ തന്നെ കാണുന്ന ഒരുപാട് ഫുഡും വൈനും അങ്ങനെ നല്ലൊരു കൂൾ പ്ലേസ് ആണ്. ഇതാണ് നല്ല രസമില്ലാണ്. ഇങ്ങോട്ട് പണ്ടൊക്കെ സിനിമയിലൊക്കെ ഉണ്ടാക്കി നമുക്ക് സെറ്റപ്പ്. ബാക്കിൽ കാണുന്ന കണ്ടോ കുറെ കുഞ്ഞി യോട്ട്സ് ഒക്കെ ആയിട്ട് വലിയൊരു ഷിപ്പ് പോയത് കണ്ടോ. വൈറ്റ് ലിങ്കിന്റെ ഷിപ്പ് പോകണം. അടുത്ത ഫെറി വരുന്നുണ്ട്. ഇവിടുന്ന് ഐൽ ഓഫ് വൈറ്റിലേക്ക് കണക്ഷൻ ഫെറീസ് ഉണ്ട്. നല്ല രസമായിട്ട് ട്രിപ്പ്. നമുക്ക് ഒരു ഐൽ ഓഫ് വൈറ്റിൽ എന്തായാലും പോകണം. ഇതിനുമ്പ് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരിടം പോയിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. അതായത് ഇവിടെ ബോർഡർ ഫോഴ്സിന്റെ ഒരു കുഞ്ഞിത് കിടക്കുന്നുണ്ടോ. ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് യോട്ട്സ് ആണ് കണ്ട. യോട്ട്സ്, നമ്മുടെ സെയിലിംഗ് ബോട്ട്സ്, ഇതിന് മാക്സ് ഉണ്ട്. ഇതൊക്കെ കണ്ട ഇതൊക്കെ സെയിലിംഗ് ബോട്ട്സ് ആണ്. അതൊക്കെ യോട്ട്സ് ആണ്. ഇതേ ഒരു ഷിപ്പ് അലോങ് സൈഡ് ആകുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് അങ്ങോട്ട് നെറ്റിലോട്ട് കയറുന്നു. ജെട്ടിയിലോട്ട് കയറാൻ പോണ വൈറ്റ് ലിങ്കിന്റെ ഒരു ക്രൂസ് ആണ്.
ഇതാണ് എമിറേറ്റ്സ് സ്പിന്നക്കർ ടവർ. ഇതിന്റെ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്, മുകളിലേക്ക് എലിവേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇതാ കാണുന്നൊക്കെ റിസോർട്ടാന്ന് തോന്നണേ. നല്ലൊരു മൂഡാട്ടോ ഇവിടെ. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് ആണ്. നല്ല രസമുണ്ട്. ഈ കുട്ടൻ്റെ മേത്ത് കയറരുതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹി ഡസന്റ് ലൈക്ക് ഇറ്റ് എന്നാ പറയണേ. ഇത് കാണാൻ പറയണ്ട, കിളി പറക്കണത് വേണ്ട. അത് കംപ്ലീറ്റ് ആ മാസത്തിലോട്ടും എല്ലാം കൂടെ വരുന്നത് വേണ്ട. അവിടെ പോകാൻ പറ്റുമോ? പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫെറി ഇറങ്ങാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതിൻ്റെ ഉള്ളിൽ ഇത് വരും. ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കണ്ടു. ഇനി കുറച്ച് ഷോപ്പിംഗ്. ശരിക്കും ഷോപ്പിംഗ് ഭ്രാന്തുള്ളത് എനിക്കാണെങ്കിൽ ഇന്ന് ഇച്ചായുടെ ദിവസമാണ്. ഇന്ന് ഇച്ചായ്ക്ക് ട്രീറ്റുള്ള, ഇന്ന് ഫുള്ളും ഇച്ചായ്ക്കുള്ള ഷോപ്പിംഗാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നോർത്ത് ഫേസിലൊരു ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. നമ്മളിപ്പോൾ പോളോൻ്റെ റീറ്റെയിൽ സ്റ്റോറിലാണ്. സൂപ്പർ ജമ്പേഴ്സും ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ചാക്ക് ജാക്കറ്റ് ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ എനിക്ക് ഒരെണ്ണം. ഇനി നമ്മൾ ഒരു കോഫിയൊക്കെ കുടിച്ച് അപ്പുറത്തെ ഒരു എന്താ പറയുന്നത്, ഹാർബർ അല്ലല്ലോ, ഡോക്യാർഡ്. അവിടുത്തെ ഒരു ഡോക്യാർഡിൽ പഴയ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നേവൽ ബേസ് ഷിപ്പൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇരുട്ടായതുകൊണ്ട് എന്തോരം കാണാൻ പറ്റുന്ന അറിയില്ല. ഇപ്പോൾ സമ്മറൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നേരത്തെ ഇരുട്ടാവേ. 4-5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഡാർക്ക്. അപ്പോൾ തന്നെ നല്ല ഇരുട്ടായി. അങ്ങനെ നമ്മൾ ഇതേ ഒരു അസ്ഥിക്കൂടെ ഇരിക്കും. നോക്കേ, ലേറ്റ് നമുക്കെന്താ ഞങ്ങളുടെ ഇവിടെ ഒരു ലോങ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ചു പോയാണ്. ഒരു ലോഡ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ചുമട്ടുകാരി ഒരാളെ വെറുതെ നടക്കുക. ഷോപ്പ് ചെയ്ത് ടയർഡായത് മാത്രമല്ല, വിശന്ന് കുടൽ കഴിഞ്ഞു. അപ്പം ഞങ്ങളിത് റെസ്റ്റോറൻറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ്. നമുക്ക് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാം.
ലെറ്റ്യൂസോ സ്ലഗ് ആൻഡ് ലെറ്റ്യൂസ്. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു ഏത് റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് കണ്ടുപിടിക്കാൻ. അവസാനം നമ്മൾ സിസിയിൽ പോയിട്ട് നോക്കാം അവിടെ എന്താ സ്പെഷ്യൽ ഉള്ളത്. നല്ല തിരക്കുണ്ട്. ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് എവിടെ ചെന്നാലും നമ്മൾ QR കോഡ് സൈൻ ഇൻ ചെയ്താണ് കയറുന്നത്. അതുകൊണ്ട് കയറാനായിട്ട് കുറച്ച് സമയം എടുത്തു. നമ്മൾ QR കോഡ് സൈൻ ഇൻ ചെയ്ത് നമ്മുടെ ലൊക്കേഷനൊക്കെ കൊടുത്ത് പേരൊക്കെ ലോഗിൻ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കയറി. ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ. ശരിക്കും ഇറ്റാലിയൻ മെനു ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുള്ളത്. ജാക്ക് ഫ്രൂട്ട് പിസ്സ കുറേ കൊടുത്തിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ട് റസ്റ്റിക്ക ജാക്ക് ഫ്രൂട്ട് ഇറ്റാലിയൻ ഹോട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇറ്റാലിയൻ മെനു ആണ്. അതേപോലെ തന്നെ റസ്റ്റിക്ക സോഫിയ പെൺപിള്ളേരുടെ പേരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്താണ് റസ്റ്റിക്ക സോഫിയ ഒരു പിസ്സ ഓർഡർ ചെയ്തത് എക്സല്, പിന്നെ വിത്ത് ചിപ്സ്. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചേക്കണേ. ഇനി നമുക്ക് ഇത് വന്നുകൊണ്ട് നമുക്ക് അടുത്ത് തീരുമാനിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. സ്റ്റാർട്ടറാണിത്, ഇത്രേ ഉള്ളൂ. എന്നാലും കൊള്ളാം. പിന്നെ ഞങ്ങളുടെ വെള്ളം വന്നിട്ടുണ്ട്, ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. ഇനി പിസ്സ വരുമ്പോൾ പിസ്സ എങ്ങനെ ഉണ്ടാവുന്നതാണോ കണ്ടോ. അവരുടെ കിച്ചൺ കണ്ടോ, ഓപ്പൺ കിച്ചണാണ്. അതുപോലെ തന്നെ ആ ബ്ലാക്ക് കളറിലൊരു ഹോബാണ് എന്തായാലും പറയുന്നത് എനിക്കറിയത്തില്ല. അതിൻ്റെ ഉള്ളിൽ അവർ പിസ്സ കുക്ക് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ആംബിയൻസ് ആണ്, നല്ല തിരക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ പിസ്സ മേക്കിങ് കാര്യങ്ങളൊക്കെ പണ്ട് പിസ്സ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊക്കെ ഓവൺ പിസ്സ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ ശരിക്കും ഫുഡൊന്നും കഴിക്കുന്നത് ഓവൻ സെറ്റപ്പ് തന്നെ ഡിഫറെന്റ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഒരു മരത്തശേല പുള്ളി പിസ്സ ഉണ്ടാക്കി ആ ഓവനിൽ നിന്ന് എടുത്തേക്കുന്നത്. അതേപോലെ നമ്മുടെ ഫ്രൈസ് വന്നു, ഇവരുടെ ബേസും എല്ലാം ഇവർ തന്നെ ഉണ്ടാക്കി ചെയ്യുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. നല്ല ചീസൊക്കെ നല്ല സ്പൈസി കേട്ടോ. ശരിക്കും പുള്ളിയുണ്ട്. കാണുമ്പോൾ സ്പൈസി ആയിരുന്നു, കഴിക്കുന്ന നല്ല സ്പൈസിയാണ്. ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾ പോർട്സ്മൗത്ത് ഹാർബറിൽ പോയി മർച്ചന്റ് ഷിപ്പ് ഒക്കെ കണ്ടു. ഇപ്പൊ ഒരു 9 മണിയായി, നല്ല തണുപ്പുണ്ടല്ലോ. അയ്യോ ശരിക്കും ഓട്ടാണ്, പക്ഷെ വിന്റർ ആയ ഒരു ഫീൽ. ഒക്കെ ഐസായിട്ട് ശരിക്കും ഒരാഴ്ച കൊണ്ട് ശരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് പെട്ടെന്ന് ചേഞ്ച് ആയി. ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരുട്ടാ, ഇനിയൊന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. മോട്ടോർ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.